ഷാനവാസ് ആൻഡ് നെവീൻ ഫൈറ്റ്. അത് ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നെവീനും ഷാനവാസും തമ്മിലുള്ള ഒരു ഫൈറ്റ് അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നുള്ള എപ്പിസോഡിൽ അത്രയൊക്കെ ഉള്ളൂ. അത് വിശാലമായിട്ട് പ്രത്യേകിച്ചൊന്നും പുതിയതായിട്ടൊന്നും അവർ അതിനകത്ത് നല്ല ഫൈറ്റൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് എടുത്തു പറയാനായിട്ട് കുറച്ച് പോയിന്റ്സ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഷാനവാസിൻ്റെ കേസിൽ പിന്നെ ഷാനവാസ് ഇതിന് മുമ്പ് ഒരു 2 വീക്സ് ബിഫോർ ആണെന്ന് തോന്നുന്നു ആദില നൂറയോട് ഈ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ നെവീൻ മോശമായിട്ട് ബിഹേവ് ചെയ്തു എന്ന്. മോശം ബിഹേവ് ഇൻ എ സെൻസ്, ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്ത്രീകൾ നേരിടുന്ന ഒരു പ്രോബ്ലത്തിൻ്റെ മറ്റൊരു വേ ആണ് ഇപ്പോൾ അവർ പറയുന്നത്. ഷാനവാസിന് വിത്തൗട്ട് പെർമിഷൻ അയാളുടെ ബോഡിയിലേക്ക് ബാഡ് ടച്ച് നടത്തുന്നുണ്ടെന്നും വൾഗർ കമൻറ്റ്സ് പറയുന്നുണ്ടെന്നും ഡബിൾ മീനിങ് ജോക്ക് പറയുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. സൂചിപ്പിക്കാൻ പറ്റുമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മുൻപൊരു വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല നിനക്ക് എന്നെ സൂചിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ഗേ സെക്ഷൻ ഇഷ്ടപ്പെടുന്നവർ അത് ആസ്വദിക്കുമായിരിക്കും, അങ്ങനെ അല്ലാത്തവർക്ക് അയ്യേ ഫീലിംഗ് ആയിരിക്കും. അത് മനസ്സിലാക്കുക. ഇപ്പം നമുക്ക് അതിനകത്തുള്ള കണ്ടസ്റ്റൻസിനായിരുന്നാലും നമ്മളത് റിവ്യൂ ചെയ്യുന്നവർക്കായാലും ഒരു ഭയമുണ്ടാകും. ചേട്ടാ സൊസൈറ്റി ഇത് എങ്ങനെ എടുക്കും എന്നുള്ളതാണ്. ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്ക് അവരെ ബൂസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അവരെ പ്രൊമോട്ട് ചെയ്യണം, അല്ലെങ്കിൽ അവർക്ക് സൊസൈറ്റിയിൽ അക്സെപ്റ്റൻസ് ഉണ്ടാക്കി കൊടുക്കണം എന്ന രീതിയിൽ നിങ്ങളൊരു ഷോയിൽ അവരെ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ മറ്റുള്ളവരെ ചവിട്ടി താഴ്ക്കരുത്. ആ ചവിട്ടി താഴ്ക്കൽ കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് നടക്കത്തില്ല, പകരം റിവേഴ്സ് എഫക്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കുക. ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാകും. ഒരു ഫാമിലിയിൽ ന്യൂജനായിട്ട് വന്നിരിക്കുന്ന കുട്ടിക്ക് ചില ചേഞ്ചസ് വരുത്തണമെന്ന് തോന്നും. അവരുടെ ജനറേഷനിലുള്ള ചേഞ്ചസ് അവർക്ക് വീട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്ന് തോന്നും. അത് നിങ്ങൾക്ക് ചെയ്യാം, ധാരാളം ചെയ്യാം. പക്ഷേ അവിടെയുള്ള ഓൾഡ് ജനക്കം കൊന്നു കളഞ്ഞിട്ടല്ലോ അത് ചെയ്യുന്നത്. ദേ വിൽ എക്സിസ്റ്റ്, അവരവിടെ ഉണ്ടാകും. അവർക്ക് അവരുടെ സ്പേസ് ഉണ്ടാകും. അവർക്ക് അവരുടെ കാര്യങ്ങൾ ചെയ്യാനും അവരുടെ ലെവലിൽ ജീവിക്കാനുമുള്ള ഒരു ഇത് നമ്മൾ കൊടുക്കും. കറക്റ്റ് അല്ലേ? ഇപ്പോൾ നമുക്ക് വേണ്ടത് പിസ്സ, ബർഗർ ആ ടൈം ആയിരിക്കാം. പക്ഷേ വീട്ടിൽ മുതിർന്നവരുണ്ടെങ്കിൽ അവർക്ക് പിസ്സയും ബർഗറും പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ അവർക്ക് കഞ്ഞി വെച്ച് കൊടുക്കില്ലേ? അവർക്ക് കഞ്ഞിയായിരിക്കും ഇഷ്ടം. കാരണം ഈസി ടു ഡയലൂട്ട് ചെയ്യുന്ന ഭക്ഷണങ്ങൾ, ആവിയിൽ വേവിച്ച ഭക്ഷണങ്ങളായിരിക്കും അവർ കഴിക്കുക. അപ്പോൾ അവർക്കത് കൊടുക്കത്തില്ല. നമ്മൾ ഇത് തന്നെ കഴിക്കണം, പിസ്സയും ബർഗറും ഞങ്ങൾ കഴിക്കണം, അതുകൊണ്ട് നിങ്ങളും കഴിക്കണം എന്ന് നമുക്ക് കമ്പൽ ചെയ്യാൻ പറ്റുമോ? അവർക്കത് ഇഷ്ടമില്ല എങ്കിൽ ഇഷ്ടമില്ല എന്ന് പറയാനുള്ള ഇത് നമ്മളവിടെ കൊടുക്കത്തില്ലേ? ദാറ്റ് ഈസ് കോൾഡ് റെസ്പെക്റ്റ്. അപ്പോൾ അത് തന്നെയാണ്, ആ റെസ്പെക്റ്റ് ഇപ്പുറത്തുള്ളവർക്കും കൊടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഭയങ്കര വൾഗാരിറ്റിയാണ് അവിടെ നടക്കുന്നത്. എനിവേ, ഇനി പോകെ എന്ത് നടക്കും എന്നറിയത്തില്ല. അവിടെ ഉള്ളവരൊക്കെ ആകെ ഭയപ്പെട്ടിട്ടാണുള്ളത്. കാത്തിരുന്ന് കളി കാണാം എന്നുള്ളതേ ഉള്ളൂ. ഏതായാലും ജിസേൽ വെറും കൂറയാണെന്നുള്ളതിൻ്റെ തെളിവാണ് ഇന്നലത്തെ എപ്പിസോഡ്. അതുകൊണ്ട് എപ്പിസോഡ് നിങ്ങൾ തന്നെ പോയി കാണുക. അനീഷ് ഭയങ്കര ഫയറായിട്ട് സംസാരിക്കുന്നത് ഞാൻ എപ്പിസോഡിലാണ് കണ്ടത്. മറ്റേ ലൈവ് സെക്ഷനിൽ ഞാൻ അത്രയും ഫയർ കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എപ്പിസോഡിൽ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് അനീഷിൻ്റെ ദേഷ്യം. അത് കറക്റ്റാണ്. ആര്യനോട് അത്രയെങ്കിലും പറയാൻ അവിടെ ആർക്കെങ്കിലും ഒരു ധൈര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അനീഷിന് മാത്രമേ ഉള്ളൂ. അനീഷ് അവനെ കള്ളൻ എന്ന് തന്നെ പറയുന്നുണ്ട്. അവൻ കള്ളനാണ്. അത്രത്തോളം കള്ളത്തരമാണ് അതിനകത്ത് കാണിച്ചിട്ടുള്ളത്. ഏതായാലും കൊള്ളാം. ഫുഡ് തട്ടിയെടുക്കുന്ന ഒരു ടൈം, അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മൊത്തം എൻ്റെ ടീമിന് തന്നെ അത് മനസ്സിലായിട്ടില്ല. അവർക്ക് ഒരു യൂണിറ്റി ഇല്ല ആ ഒരു വിഷയത്തിൽ. മാത്രമല്ല മറ്റുള്ളവരെ ടേക്ക് കെയർ ചെയ്യാനുള്ള ആ ഒരു ശ്രദ്ധക്കുറവ്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് അവരൊന്നും ചിന്തിക്കുന്നില്ല. അവരവരുടെ കാര്യം മാത്രമാണ് കൺസേൺ ചെയ്യുന്നത്. അതർ പേഴ്സൺസ് ആർ ദെയർ. അവരുടെ ഫുഡിന് അതിന് ഷോർട്ടേജ് വരും, അത് ചെയ്യാൻ പാടില്ല എന്നൊരു ചെറിയ കോമൺ സെൻസ് പോലും ഒരൊറ്റ എണ്ണത്തിനില്ല. എനിക്ക് തിന്നണം, എനിക്ക് കിട്ടണം, സ്വാർത്ഥത നിറഞ്ഞ ഒരു പറ്റം ആൾക്കാരെന്നാണ് മനസ്സിലായിട്ടുള്ളത്. അപ്പോൾ അത് തിരുത്തേണ്ടത് അവർ തന്നെയാണ്. അതിന് സ്ട്രിക്റ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ബിഗ് ബോസിൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടാകേണ്ടതുമാണ്. പക്ഷേ ബിഗ് ബോസ് സൈലൻ്റ് ആണ്. സോ വാട്ട് വി ക്യാൻ ഡു? നമുക്കിത് കണ്ടുകൊണ്ടിരിക്കാമെന്നതിനപ്പുറം പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പോൾ എപ്പിസോഡിൽ വലുതായിട്ടൊന്നുമില്ല. ഒനീലിനെ കമ്പാരിസൺ നടത്തിക്കൊണ്ട് റിനയെ ഒന്ന് അടിച്ചൊതുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ആര്യൻ എപ്പോഴും ശ്രമിക്കുന്ന ഒരു കാര്യം ഒനീലിൻ്റെ ഇഷ്യൂവിനെ കമ്പാരിസൺ നടത്തുന്നതാണ്. നീ മസ്താനി ആകല്ലേ, നീ മസ്താനിയെ പോലെ ആകല്ലേ എന്ന് പറയുന്നുണ്ട്. ഈ പോയിന്റിലാണ് എനിക്ക് മോഹൻലാലിനോട് വെറുപ്പ് വരുന്നത്. ഈ ഒരൊറ്റ വിഷയം കൊണ്ടാണ് മോഹൻലാൽ ചെയ്ത കാര്യത്തിൽ ഏറ്റവും റോങ് ആയിട്ടുള്ള ഒരു വിഷയമുണ്ടെന്ന് എനിക്ക് തോന്നിയത്. കാരണം ഇങ്ങനെ ഒരു ഫോം അവിടെ വരാൻ ചാൻസ് ഉണ്ട്. ഇപ്പം അത് തന്നെയാണ് പറയുന്നത്. മസ്താനി പറഞ്ഞതുപോലെയാണ് എന്ന്. മസ്താനി പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. മസ്താനിയുടെ ഭാഗമാണ് പറഞ്ഞത്. കുറച്ച് എക്സാഗ്രേറ്റ് ചെയ്തത് ലക്ഷ്മിയാണ്. പക്ഷേ മസ്താനി പുറത്തേക്ക് വരികയും ചെയ്തു, ലക്ഷ്മി അവിടെ പെടുകയും ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ രണ്ടുപേരും പുറത്തു വരുന്നതായിരുന്നു നല്ലതെന്ന് തോന്നുന്നു. കാരണം ഈ ആൾക്കാരെ കൂടെ നിൽക്കാൻ പറ്റുന്നവരല്ല അവർ. അത് അവരുടെ കുറ്റം കൊണ്ടല്ല. ഈ പറയുന്ന വൾഗർ ആൾക്കാരുടെ കൂടെ അവരെ കൊണ്ട് ഒക്കത്തില്ല. യാഥാസ്ഥിതികരാണ് അവർ പുറത്തു വരുന്നതായിരുന്നു ബേസിക്കലി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. സോ ഈ മസ്താനിയെ തന്നെ പറഞ്ഞ മസ്താനിയെ പോലെ ആവല്ലേ എന്ന് പറയുന്ന വെറും ക്രൂവൽ പീപ്പിളിൻ്റെ ഇടയിലേക്ക് ലക്ഷ്മി പോലുള്ളവർ പെട്ടു എന്നാണ് എനിക്ക് മനസ്സിലായത്. രണ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്.
രേണുയോട് സോറി പറഞ്ഞത് ആ സിറ്റുവേഷൻ നിന്ന് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കള്ളക്കളി ആയിരുന്നു എന്നുള്ളത് ആര്യൻ വ്യക്തമാക്കുന്നുണ്ട്. സോ ആര്യന് മൂക്ക് കയറിടേണ്ട ഉത്തരവാദിത്തം ബിഗ് ബോസിനാണ്. അത് ബിഗ് ബോസ് കറക്റ്റായിട്ട് ചെയ്തിട്ടില്ല വെച്ചാൽ ഫീൽ പിറ്റി, അത്രയേ ഉള്ളൂ. അതിനപ്പുറം ഒന്നുമില്ല. പെണ്ണുങ്ങൾക്ക് യാതൊരു രീതിയിലുള്ള കൺസേണോ റെസ്പെക്റ്റോ കൊടുക്കാത്ത ഒരു എപ്പിസോഡായിരുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.